അങ്ങനെ വയനാട്ടിൽ നിന്ന് അമ്മമ്മേനെ അമ്മച്ചനും കൂട്ടി വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് ഒരു 12:30 1 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് കഴിക്കണില്ലാന്ന് നമ്മൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ട് നമുക്ക് വേഗം ഫുഡാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദർശേട്ടൻ ഇപ്പോഴാച്ചെന്ന് ഫുള്ള് മറ്റേ പാർട്സ് കറി ഉണ്ടല്ലോ അതിന്റെ ഭ്രാന്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ വരണ വഴിക്ക് പാർട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഓരോരുത്തരും ഓരോ പണികളിലും ഇങ്ങനെ തിരക്കിലാണ്. റീനമ്മ ഇത് പാത്രം കഴുകുന്നു, ഞാൻ വേഗം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എല്ലാം സെറ്റാക്കുന്നുണ്ട്. അമ്മ ഇത് ഓരോന്നിങ്ങനെ ഒതുക്കി പറക്കി വെക്കാൻ കേട്ടോ. ആദർശേട്ടനാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യണത്. ഇത് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. പിന്നെ അമ്മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു കേട്ടോ. രണ്ടുപേരും കൂടിയിട്ടാണ് ഈ പാർട്സ് ഒക്കെ ഫുള്ള് വൃത്തിയാക്കിയത്. ഞാൻ ഇതേ ഉള്ളി സബോളൊക്കെ വാട്ടാനുള്ള എല്ലാം തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാം. അങ്ങനെ വലിയ സംഭവമായിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കാൻ നിന്ന് എനിക്ക് നൈസ് പണി കിട്ടിയിട്ട. വേറെ ഒന്നുമല്ല, കറി നൈസായിട്ടൊന്ന് അടി പിടിച്ച്. നോർമൽ എങ്ങനെയാണോ ചിക്കൻ കറി വെക്കുക അതേപോലെ തന്നെ കേട്ടോ ഞാനും വെച്ചത്. നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ ഒരുമിച്ചിട്ടിട്ട് വാട്ടുട്ടോ. ചിലവരെ സബോള വാടിയതിന് ശേഷമാണ് തക്കാളി ഇടാറ്. ഞാൻ പക്ഷെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വാട്ടാറ് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി വാടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വാടും. അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയാൽ മതി. നന്നാലും ആദർശേട്ടൻ പറഞ്ഞു കേട്ടോ അമ്മമ്മ ഉണ്ടാക്കിയത് കുറേ നാളായി കഴിച്ചിട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വെക്കാൻ നിന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ പാർട്സ് ഒക്കെ ഈ മസാലയൊക്കെ ഇട്ടുട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് നന്നായി തിളച്ച് കുറുകണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ അരച്ചൊഴിക്കുക. 1-ാം പാലാട്ടോ ഞാൻ എടുത്തേക്കണേ. അത് നന്നായി തിളച്ച് ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ട പാർട്സ് അല്ല വാങ്ങിച്ചേക്കണേ. അത് അവസാനം ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പൊട്ടിപ്പോയ കറി ഫുള്ള് കേടാം. അപ്പോൾ പൊട്ടാതെ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം കൂടിയെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിക്കാന്ന് വിചാരിച്ചു. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഫോൺ നോക്കിയിരുന്ന് നിൽക്കുന്നില്ലെന്ന് മനസ്സിലായി കേട്ടോ. ഞാൻ ഇതേ കറി ഇവിടെ വെച്ചിട്ട് ഫോണിൽ നോക്കിയിരിക്കുമ്പോഴേക്കും എൻ്റെ കറി ആകെ വറ്റി കരിഞ്ഞു പോയി. പിന്നെ ഇതാ മോൾ ഭാഗത്തുനിന്ന് മാത്രം കോരിയെടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ടേസ്റ്റിന്. പക്ഷെ അന്നേക്ക് ആദർശൻ്റെ നല്ല ചീത്തയും കേട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.